ഹലോ എവ്രി വൺ. നമ്മൾ JEE 2020 ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാണ്. ജനുവരിയിലെ എക്സാം പേപ്പേഴ്സ് സോൾവ് ചെയ്യണം. ഇന്ന് ലാസ്റ്റ് പേപ്പറിലെ ലാസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻക്ക് നമ്മൾ എത്തി. 20 എണ്ണം വരെ ചെയ്തിട്ടുണ്ട്. 21 ഓൺവേർഡ്സ് നമുക്ക് ചെയ്യാം. A, B, C be three vectors such that mod A is equal to root 3, mod B is equal to 5, B dot C is equal to 10. Angle between B and C is pi by 3. A is perpendicular to vector B cross C. Modulus of A cross B cross C ചോദിച്ചുള്ള വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. മോഡ് ബി ബി ഡോട്ട് സി തന്നിട്ടുണ്ട്, ആംഗിൾ ബിറ്റ്വീൻ തന്നിട്ടുണ്ട്. അപ്പോൾ മോഡ് സി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ബി ഡോട്ട് സി ആയിരിക്കും മോഡ് ബി മോഡ് സി കോസ് പൈ ബൈ 3. 10 is equal to 5 into mod c into cos pi by 3 എന്ന് പറയുമ്പോൾ 1/2. mod c is equal to 4. ഇനി A is perpendicular to B cross C ആണ്. അപ്പം മോഡുലസ് ഓഫ് A ക്രോസ് B ക്രോസ് C എന്ന് പറയുന്നത് എന്തായി? മോഡ് A, ഓക്കെ, പിന്നെ മോഡ് B ക്രോസ് C ആയി. മോഡ് എ മോഡ് ബി ക്രോസ് എന്ന് പറയുമ്പോൾ മോഡ് ബി മോഡ് സി സൈൻ പൈ ബൈ 3. മോഡ് എ തന്നിട്ടുണ്ട് റൂട്ട് 3, മോഡ് ബി തന്നിട്ടുണ്ട് എത്രയാ 5, മോഡ് സി 4, സൈൻ പൈ ബൈ 3 എന്ന് പറയുമ്പോൾ റൂട്ട് 3/2. അപ്പോൾ 10 30 is the answer. 30 is the answer. Is the answer. Yes, next question. Question number 22. 25 CR ഒരു CR എന്ന് റെപ്രസെന്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ C0 plus 5C1 plus 9C2 plus up to 101 C25. Again simple question. പാറ്റേൺ ഉണ്ടല്ലോ കോഎഫിഷ്യൻസിന്, AP ആണ്. ഓക്കെ, അപ്പോൾ എസ് ഞാൻ തിരിച്ചെഴുതാൻ പോവാണ്. ഓക്കെ, എസ് എഴുതുമ്പോൾ ഞാൻ എന്ത് എഴുതാൻ പോകണം? 101 C25 പ്ലസ് 97 C24 പ്ലസ് പിന്നെ 93 C23. അങ്ങനെ പോയി ലാസ്റ്റ് എത്തുമ്പോൾ എന്തായിരിക്കും അത്? C0 തിരിച്ചെഴുതുക കേട്ടോ. ഇനി ഈ C25 എന്ന് പറയുമ്പോൾ C0 എന്നല്ലേ, അപ്പോൾ 101 ടൈംസ് C0 പ്ലസ് 97 ടൈംസ് ആണ് കേട്ടോ, സോറി 97 ടൈംസ് C24 പ്ലസ് 93 ടൈംസ് 97 ടൈംസ് C1 പ്ലസ് 93 ടൈംസ് C2, അങ്ങനെ പോയി C25. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാൻ ഞാൻ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താ പറയാൻ പോണേ? C0 plus 101 C0 102 C0, 5C1 97 C1 102 C1. അങ്ങനെ എല്ലാം കൂടെ എടുക്കുമ്പോൾ 102 ടൈംസ് C0 പ്ലസ് C1 പ്ലസ് അപ് ടു C25. C0 പ്ലസ് C1 പ്ലസ് C25 എന്ന് പറഞ്ഞ സംഭവം എന്താണ്? C0 പ്ലസ് C1 പ്ലസ് C25 എന്ന് പറഞ്ഞ സംഭവം 2/25 ആണ്. ഓക്കെ, 2 ഇത് 2s ആണ് കേട്ടോ, LHS. അപ്പോൾ നമ്മുടെ എസ് എന്താണെന്ന് മനസ്സിലായി. 51 × 2/25. 51 × 2/25 ആണ്. അപ്പോൾ കെ വാല്യൂ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. കെ വാല്യൂ എത്ര? 51. കെ വാല്യൂ 51. കെ വാല്യൂ 51. യെസ്. Next question.
Question number 23. If the curves touch each other at a point, then the largest value of k is. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആ കർവ്സ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന സർക്കിൾസ് ആണ്. സർക്കിൾസ് ടച്ച് ഈച്ച് അതർ അറ്റ് എ പോയിന്റ്. അപ്പോൾ സർക്കിൾസ് ടച്ച് ഈച്ച് അതറിന് നമുക്ക് സ്റ്റാൻഡേർഡ് മെത്തേഡുകളൊക്കെ ഉണ്ട്. വളരെ എന്താ പറയുക, അപ്പോൾ 2 വാല്യൂ ഓഫ് കെ വരെ ഉണ്ടാവും. കാരണം എന്താണെന്ന് അറിയോ, ടച്ച് ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ ടച്ച് ഈച്ച് അതർ ഇന്റേണലി ആവും, ടച്ച് ഈച്ച് അതർ എക്സ്റ്റേണലി ആവും. അതിൽ ഹയസ്റ്റ് വാല്യൂ ഓഫ് കെ ആണ് ചോദിച്ചിരിക്കുന്നത്. ഹയസ്റ്റ് വാല്യൂ ഓഫ് കെ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഹയസ്റ്റ് വാല്യൂ ഓഫ് കെ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടച്ച് ഈച്ച് അതർ ഇന്റേണലി ആവാം, എക്സ്റ്റേണലി ആവാം, ഇങ്ങനെ ആവാം, ഇങ്ങനെയൊക്കെ ആവാം. ഓക്കെ, അപ്പോൾ ഇതിന് സ്റ്റാൻഡേർഡ് റിസൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഞാൻ വളരെ എളുപ്പത്തിൽ ചെയ്യണം പറഞ്ഞുതരാം. ആ മെത്തേഡിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ് കണ്ടുപിടിച്ച് R1 R2 ഒക്കെ വെച്ചിട്ട് പല കണ്ടീഷൻ വെച്ച് ചെക്ക് ചെയ്യണം. അതിനേക്കാൾ എളുപ്പം എന്ന് പറഞ്ഞാലേ ഇവിടുത്തെ രണ്ടിടത്തിന് കോമൺ ടാൻജന്റ് കണ്ടുപിടിക്കാം. ഇവിടെ ആയാലും ഒരു കോമൺ ടാൻജന്റ് ഉണ്ടാവില്ല. കോമൺ ടാൻജന്റ് ഇക്വേഷൻ S1 = S2 ആണ്. S1 = S2 ആണ് കോമൺ ടാൻജന്റിന്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിന് പെട്ടെന്ന് നോക്കിക്കൊണ്ട് പറയാം, കോമൺ ടാൻജന്റിന്റെ ഇക്വേഷൻ എന്താണ്, -6x + 8 = -8y + 16 - k എന്ന് കിട്ടി. ഇതാണ് കോമൺ ടാൻജന്റിന്റെ ഇക്വേഷൻ. ഇനി എന്താ കണ്ടീഷൻ, ഇവിടുത്തെ ഈ സർക്കിളിൻ്റെ സെൻറ്റർ നോക്കുക. ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാമല്ലോ. ഇവിടുത്തെ ഒരു സർക്കിളിൻ്റെ സെൻറ്റർ റേഡിയസ് നമുക്കറിയാം. ഒരു സർക്കിളിൻ്റെ സെൻറ്ററും റേഡിയസും നമുക്കറിയാം. സർക്കിളിൻ്റെ സെൻറ്ററും റേഡിയസും നമുക്ക് പറയാലോ. ഏതാണ്? 3,0 ആണ് സെൻറ്റർ. റേഡിയസ് 1 ആണ്. അപ്പോൾ 3,0 നിന്ന് ഈ കോമൺ ടാൻജന്റിലേക്കുള്ള ദൂരം 1 ആയിരിക്കും. അത്ര അപ്ലൈ ചെയ്താൽ മതി. 3,0 നിന്ന് ഈ കോമൺ ടാൻജന്റിലേക്കുള്ള ദൂരം 1 ആയിരിക്കും. ആ കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ ആൻസറായി. അതായത് 6x - 8y + 8 - kയിൽ നിന്ന് 3,0ലേക്കുള്ള ദൂരം 1 ആണ്. അപ്പോൾ 1 = മോഡുലസ് ഓഫ് 18 + 8 - k by 10. അപ്പോൾ മോഡുലസ് ഓഫ് 26 - k = +or -10. അപ്പോൾ k 16 ആവാം, 36 ആവാം. ലാർജസ്റ്റ് വാല്യൂ 36. ലാർജസ്റ്റ് വാല്യൂ 36. ശരി, മറ്റേ രീതിയിൽ ചെയ്യാട്ടോ. ഞാനത് ചെയ്തിട്ടില്ല. സ്റ്റാൻഡേർഡ് മെത്തേഡ് ഉണ്ട് ഇതിന് ചെയ്യാൻ. 24. ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്പർ ഓഫ് ടേംസ് കോമൺ ടു 2 APs 3, 7, 11, 4, 0, 7, 2, 9, 16, 7, 0, 9 അങ്ങനെ ചോദിച്ചിരിക്കുക. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് കോമൺ ടേം അതാണെന്ന് കണ്ടുപിടിക്കണം. 3, 7, 11 പിന്നെ എത്ര 4 വെച്ചല്ലേ കൂടുന്നത്, 15, 19, 23 അങ്ങനെ പോകുന്നു. 2, 4, 0, 7 വരെ കേട്ടോ. 2, 9, 16, 23, 7, 0, 9 വരെ പോകുന്നു. അപ്പോൾ എത്ര കോമൺ ടേം? ആദ്യത്തെ കോമൺ ടേം 23 കോമൺ ഡിഫറൻസ് എത്ര? ഇത് 4 വെച്ച് കൂടുന്നു, മറ്റേത് എത്രയാണ്? 5 വെച്ചിട്ടാണ് കൂടുന്നത്. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്ര? 4 വെച്ചിട്ടും മറ്റേത് 7 വെച്ചിട്ടുണ്ട് കേട്ടോ. കോമൺ ഡിഫറൻസ് 28 വെച്ചിട്ടാവും കൂടുന്നുണ്ടാവുക. 28 വെച്ചിട്ടാവും കൂടുന്നുണ്ടാവുക. പരമാവധി ഏറ്റവും ഹയസ്റ്റ് കോമൺ ടേം 407 വരെ ആവാം. ഓക്കെ, 407 വരെ ആവാം. അപ്പോൾ നമുക്ക് നോക്കാം. n കോമൺ ടേം ഉണ്ടെന്ന് വിചാരിക്കും.
അപ്പോൾ 23 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 28 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 407. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടാൻ പോണത്? n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 407 മൈനസ് 23/28 പ്ലസ് 1. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം നമുക്ക്. -407 minus 23/28 plus 1 14 point something ആണ് വരുന്നത്. അപ്പോൾ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 14 point something. അപ്പോൾ n is equal to 14 ആണ്. 14 ടേം ആണ് കോമൺ ഉണ്ടാവുക. 14 ടേം ആണ് കോമൺ ഉണ്ടാവുക. കഴിഞ്ഞു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ. ഇത് നമ്മൾ പറഞ്ഞല്ലോ 25 എണ്ണം വെച്ച് 6 പേപ്പർ. 150ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇതിലത്തെ ഈ സീരീസിലെ. The distance between planes and the plane containing the lines is equal to. രണ്ട് പ്ലെയിനുകൾ, അതായത് ഒരു പ്ലെയിൻ ഇതാണ്, മറ്റേ പ്ലെയിൻ എന്താണ്? ഈ ലൈൻ കൊണ്ടുണ്ടാക്കുന്ന പ്ലെയിൻ. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ രണ്ട് പ്ലെയിൻസ് നമുക്കറിയാം. രണ്ട് പ്ലെയിൻസ് പാരലൽ ആയാലും ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള അർത്ഥമുള്ളൂ. കാരണം എന്താ? ഇന്റർസെക്ട് ചെയ്താൽ 0 ആണ്. ഓക്കെ, അപ്പോൾ പാരലലാണ് ഇത് രണ്ടും. അപ്പോൾ ബേസിക്കലി വളരെ സിമ്പിളാണ് കാര്യം. കാരണം എന്താ? ഈ ലൈനും ഒക്കെ എന്താണ്? നമ്മുടെ രണ്ടാമത്തെ പ്ലെയിൻ. ഇത് P1 ആണ്. ഇത് രണ്ടും കൂടി ഉണ്ടാക്കുന്നതാണ് P2. ഓക്കെ, അപ്പോൾ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ പ്ലെയിനിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ഫോർ എക്സാമ്പിൾ -1 3 -1 എന്നതിൽ നിന്ന് എങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 23x - 10y - 2z + 48 = 0 ക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുത്താൽ മതി. ഇവിടെ നിന്നുള്ള ഇങ്ങോട്ടുള്ള perpendicular distance എടുത്താൽ മതി. Okay, so the answer is going to be modulus of -23 - 30 + 2 + 48 divided by √23 square + 10 square + 2 square. അപ്പോൾ ന്യൂമറേറ്ററിൽ വരാൻ പോണത് 53 ആണ്. ഡിനോമിനേറ്ററിൽ വരുന്നത് 623 സ്ക്വയർ 23 × 23 + 100 + 4 633. യെസ്, കറക്റ്റാണ്. അപ്പോൾ ദിസ് ഈസ് ഗോയിങ് ടു ബി 3/√633. അപ്പോൾ കെ വാല്യൂ എത്രയാണ്? 3. അഗെയിൻ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസും ഉള്ള ഡിസ്കഷൻ കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ സഫീഷ്യൻറ്റ് ഓഡിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഉടനെ തന്നെ എന്താണ് JEE മെയിൻ്റെ ഒരു റിവിഷൻ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ, ഓൾറെഡി ഗ്രൂപ്പിലുള്ളവർ വേണ്ട, ഗ്രൂപ്പിൽ ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ച ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. ഓക്കെ, റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യാൻ ആളുണ്ട്, ഇൻട്രസ്റ്റഡ് ആളുകളുണ്ട്. മിനിമം ഒരു 1000 പേരെങ്കിലും കാണാനുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. സൂം വഴിയായിട്ടും ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, see you then. Okay.